ഈ നമ്മുടെ നാട്ടിലെ ഈ എന്തു പറയുന്നത് മോട്ടിവേഷണൽ സ്പീക്കർമാരെന്ന് പറഞ്ഞ ആൾക്കാരെ മുൻ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവന്മാർ പറയുന്ന സ്ഥിരം ഡയലോഗാണ് ഈ ഗെറ്റ് ഔട്ട് ഓഫ് ദ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് പോയിട്ട് എന്തൊക്കെ ചെയ്തിട്ട് ജീവിതത്തിൽ രക്ഷപ്പെടാൻ. കംഫർട്ട് സോണിൻ്റെ ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജോലിയും സാലറിയൊക്കെ ഉള്ള ഒരാൾ അയാളുടെ കംഫർട്ട് സോണിൽ നിന്ന് ആ ജോലിയൊക്കെ വിട്ടിട്ട് വേറെ ബിസിനസ് ചെയ്യാൻ പോകുക, അല്ലെങ്കിൽ ഒരു സിനിമ പിടിക്കാൻ പോവുക. അയാൾ മുടിഞ്ഞ് നാശമായി പോകുന്നു. അതാണ് ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് പോയിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത്. പിന്നെ ഈ കംഫർട്ട് സോണിൽ നിന്ന് ആരും പിന്നെ നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അത് ഡിഫറെൻ്റാണ്. നമുക്ക് ഏറ്റവും താല്പര്യമുള്ളൊരു കാര്യം ചെയ്യുന്നതിന് നമുക്കൊരു മോട്ടിവേഷൻ്റെ ആവശ്യമില്ല, നമ്മൾ ചെയ്യും. അത് നമ്മുടെ കംഫർട്ട് സോണാണ്. അത് കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരുന്നതല്ല, കംഫർട്ട് സോണിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നതിന് കംഫർട്ട് സോൺ വേണോ? വേണ്ട. അതിനുള്ള നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അതുപോലെയാണ് നമുക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യങ്ങൾ നമ്മളത് ഏറ്റവും ആസ്വദിച്ച് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അതിന് യാതൊരു മോട്ടിവേഷൻ്റെ ആവശ്യമില്ല. അത് നമ്മുടെ കംഫർട്ട് സോൺ തന്നെയാണ്. കംഫർട്ട് സോണിൽ നിന്ന് ഒരാൾ ഒരിക്കലും പുറത്ത് വന്നു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെടത്തില്ല, ഉദ്ദേശിച്ച കാര്യം നടക്കത്തില്ല. നമ്മൾ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നമുക്ക് എപ്പോഴും മോട്ടിവേഷൻ ആവശ്യമുള്ളൂ. ഒരു താല്പര്യമില്ലായിരിക്കുമ്പോൾ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ, താല്പര്യമുള്ള കാര്യങ്ങൾ മനുഷ്യൻ താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്താലേ അവൻ അതിൽ വിജയം കൈവരിക്കാനും പറ്റത്തുള്ളൂ. അതിനൊരു മോട്ടിവേഷൻ്റെ ആവശ്യമില്ല, അതങ്ങ് സംഭവിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് മോട്ടിവേഷണൽ സ്പീക്കർമാരെ, നിങ്ങൾ പറയുന്നതൊക്കെ നമുക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ.